ചേട്ടൻ തക് മാസ്റ്റർ എന്ന് പറയണ. ഒരു സെക്കൻഡ് ചേട്ടൻ അതിന്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ശ്രീനിവാസൻ ചേട്ടന്റെ ബുക്ക് മോട്ടിച്ചോണ്ട് ശ്രീനിവാസൻ ചേട്ടൻ 5ാം ക്ലാസ്സിലെ ബുക്ക് മോട്ടിച്ചോണ്ട് ധ്യാന് ഞങ്ങൾ പറയുന്നത് അത് മാന്യത. ധ്യാന് ഞങ്ങൾ പറയുന്നത് തക് മാസ്റ്റർ എന്നാ. ഞങ്ങൾക്ക് ഇവിടെ ഒരു മാസ്റ്റർ ഉണ്ട്, പക്ഷെ പെഗ് മാസ്റ്ററാ. പുള്ളിക്ക് ഈ ഭാഷ ഓണം പെഗ് ഓണമാണ്. നാം പൊഗോണം. ഞങ്ങൾ ഒരുമിച്ച് ഈ ഓണത്തിന് സിനിമയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? റിലീസ് ആരുണ്ടാവില്ല. സിനിമ കാണാൻ പോണ്ട്. കാണാൻ പോകുന്നതാണ്. അല്ല, ഞങ്ങൾ ഒന്ന് ഓണത്തിന്റെ ടീം നിങ്ങളാണല്ലേ ആ ബോയ്സ്? നിങ്ങളാണല്ലേ സ്വഭാവം പോലെ തന്നെ ബാഡ് ബോയ്സ്? അല്ല, അത് ഓണം കഴിഞ്ഞ് പൂജക്ക് അല്ല, ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമുള്ള ബോയ്സ് അല്ല. ബാഡ് ബോയ്സിലുണ്ട് നല്ല ബോയ്സ്. അതാണ് ബോയ്സ്, ബാഡ് ബോയ്സ്. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കുമല്ലടാ. കന്നിവാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കും. ഒന്നും പറയാനുള്ളൂ, മുട്ടോളം ചോരയിലും മുങ്ങി ഇരിക്കുന്ന ടീമാണ് ടീമേ. ഇവിടുത്തെ കിടിലൻ ടീമാണ് ബാഡ് ബോയ്സ്. ദൈവമേ, കഴിഞ്ഞ എപ്പിസോഡിൽ പടത്തിന്റെ ക്ലൈമാക്സ് പറഞ്ഞിട്ട് നിൽക്കുക. ആ സാധനം ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോ ശ്രീ ഒമർ ലുലു അദ്ദേഹത്തിന്റെ സിനിമയാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും അതിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവരുടെ ബാഡ് ബോയ്സ്. ശരി, ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉല്ലാസേട്ടനുമായിട്ട് പൂജക്ക് വേറെപ്പടമുണ്ട്. സിനിമയുടെ സിനിമയാണ് അത്. ഗുഡ് ബോയ്സ് ആണോ? അതിനകത്ത് ഒരു ഇതുണ്ട്, ഫേക്ക് ഐഡി. ഫേക്ക് ഐഡി പേര് പിന്നെ നല്ല പേരല്ല. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച പടത്തിന് പേരല്ലേ ജയിലർ. അല്ല, കഴിഞ്ഞ മാസം ചേട്ടനും ഞാനും കൂടെ ഒരു പടത്തിൽ വർക്ക് ചെയ്തായിരുന്നു. പടത്തിന്റെ പടത്തിന്റെ പേര് കേട്ടാ ടീമിന് വിഷമാവും. എന്താ? ഹാപ്പി മാരീഡ് ലൈഫ്. ഓ മൈ ഗോഡ്, ആ വിഷമം നിനക്കുണ്ടെന്ന് എനിക്കറിയാം. ചെറുക്കനും പെണ്ണൊക്കെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിന്നിട്ടേ അറിയാതെ ഒരു നെടുവീർപ്പ്. ഡയാന ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഒരു നെടുവീർപ്പ്. ഞാനെ ശ്രദ്ധിച്ചു. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഓണം കളർഫുൾ ആക്കാനായിട്ട് ധ്യാനുണ്ട്. അപ്പൊ കഴിഞ്ഞവണ ഇവിടുന്ന് വന്ന് പോയിട്ട് പിന്നെ എന്തായിരുന്നു അതിന്റെ ആഫ്റ്റർ എഫക്ട്? നല്ലായിരുന്നു. ഇത്തവണ വന്നപ്പോ എന്തൊക്കെയാ തയ്യാറെടുപ്പുകള്? പക്ഷെ ഇവിടെയാണ് തയ്യാറെടുപ്പുകള്. സത്യം പറഞ്ഞു കൂടെ പിടിച്ചു നിക്കണമല്ലോ. എന്റെ കൂടെ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതെന്താ കൈവാടില്ലാത്തോണ്ടാണ്? ശരി, ഓണത്തിന് മാവേലി വന്നു എന്ന് വിചാരിക്കുക. സൂൺ മാവേലി വരും. മണിയുടെ എത്തിയിട്ടുണ്ട്. വന്നു എന്ന് വിചാരിക്കുക. 3 വരം എന്തൊക്കെയായിരിക്കും? 3 വരം ചോദിക്കുക. എല്ലാവർക്കും ഉണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ബിനീഷ് ബാസ്റ്റിന് വിവരം കൊടുക്കണമെന്ന്. വരം ചോദിക്കുമ്പോ വിവരം. ഓക്കെ, ജിഷിന്റെ അടുത്ത് തുടങ്ങാം. ജിഷൻ, ഒരു വരം പറഞ്ഞാൽ മതിയാ? 3 വരം മതി. ഈ മരം പോലെ നിൽക്കാതെ വരം പറ. ഒന്ന്, സ്റ്റാർ മാജിക്കിൽ ഇവരുടെ കൗണ്ടർ ഒന്ന് കുറച്ചിട്ട് നമുക്ക് 2 കൗണ്ടർ അടിക്കാൻ ഒരു സമയം കിട്ടണം എന്നുള്ളത് ഒരു വരം. കൊള്ളാം. വിഷമത്തിനാ പറഞ്ഞപ്പോ അവിടെ ഫ്ലവേഴ്സിന്റെ എംബ്ലം കൊണ്ട് മൂടിപ്പോയി. ആരെന്നറിഞ്ഞൂടാ അത് പറഞ്ഞു. എംബ്ലം വരെ വർത്താനം പറഞ്ഞു. ഈ സ്റ്റാർ മാജിക്കിന്റെ 2 നെടും തൂണുകളാണ് ഞാനും അവനും. ഇത് ചില കടയില് എഴുതി വെച്ചേക്ക് കാറ്റാടി. ഈ നെടുംതൂണിന്റെ ഒരു പര്യാദ പദമുണ്ട്, കഴകൾ. അങ്കിതയിലേക്ക് പോവാം. അങ്കിത, സീരിയസ് ആയിട്ടുള്ള വരല്ലേ? മതി 2 സിനിമ ചെയ്തു. ഈ വർഷം ഒരു 3ാമത്തെ ഒരു ഗംഭീര സിനിമ ചെയ്യണം ആഗ്രഹമാണെന്ന്. അപ്പൊ 2ത്തിന്റെ കാര്യം തീരുമാനമല്ലേ? അങ്കിത, അമീൻ പറയൂ. കൗണ്ടർ പറയാൻ കഴിവില്ലെങ്കിൽ അതിനുള്ളൊരു കഴിവ് വേണം. എനിക്ക് അത്ര കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഇവരൊക്കെ കൂടെ പിടിച്ചു വെക്കാൻ. അപ്പൊ ധ്യാൻ ബ്രോ വന്ന പോലെ തന്നെ ഗസ്റ്റ് ഒക്കെ ആയിട്ട് വന്ന് ആ സീറ്റിനകത്ത് ഇരുന്ന് എല്ലാവരും ഒരാളിങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ ഈ ആഗ്രഹം പറഞ്ഞിട്ട് 3 മാസം കരഞ്ഞ് വീട്ടിലിരുന്നു. എന്തായാലും നീ പറഞ്ഞ കാര്യം നടക്കാൻ പോകുന്നില്ല. വേണേ പോയി അവിടെ ഇരുന്നോന്നല്ലേ? അപ്പൊ ആഗ്രഹം കേട്ടല്ലോ. നേരെ ചിലങ്കയിലേക്ക് പോവാണ്. ചിലങ്കയ്ക്ക് ആ കുട്ടീനെ പണിക്ക് വിടണം. അതെ, എനിക്ക് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി, ഭയങ്കര ഹാപ്പി ആയിട്ട്. ശരി, നോബി മാർക്കോസ്. ബിനീഷ് ബാസ്റ്റിനാണെങ്കിൽ പിന്നെ മഹാബലിയോട് ചോദിക്കും, എനിക്ക് ഡൈ അടിക്കാത്തൊരു ഓണം കിട്ടണം. ഓക്കെ, ശരി. ഇനി ഒരു കുഞ്ഞു വരാണ്. എനിക്കൊരു ഒരാഗ്രഹങ്ങളുണ്ട്. ഒരിക്കലും തിരുവോണം 1-ാം തീയതി ആവരുത് എന്നൊരു പ്രാർത്ഥന. ഇത് രണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കയ്യടി കേട്ടാ. കേരളത്തിലെ ഒറ്റ കെട്ടായ കൂട്ടായ്മ. അങ്ങനെയല്ല ചേട്ടാ, ബ്ലാക്കിന് കിട്ടൂല എന്നോട്. ഉല്ലാസം പറയാ,
എന്റെ വീട്ടിൽ കുക്കറുള്ളിടത്തോളം കാലേ 1-ാം തീയതി ഏശില്ലെന്ന്. എനിക്കൊരു ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്. കാണുന്ന പോരടാ, ഇനി അഭിനയിക്കാൻ വേണോ? എല്ലാം എത്രയോ കാലമായിട്ട് കാണുക. ഇനി അഭിനയിക്കണം. ആ ഐശ്വര്യ വരം ചോദിക്കാതിരിക്കുന്നത് എന്താണെന്നറിയോ? എന്താ ഖത്തറിലേക്ക് ഒരു ടിക്കറ്റ് എടുത്ത് തരാമോ? അർജുനേട്ടാ. ആ അടുത്ത വരെ എന്ന് പറഞ്ഞാൽ എനിക്ക് ലക്ഷ്മിയെ മേക്കപ്പ് ഇല്ലാതെ ഒന്ന് കാണണം. അതെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതെ. ആ ബാലച്ചേട്ടൻ വന്ന് പബ്ലിക്കായിട്ട് എപ്പിസോഡിൽ എന്റെ മാനം പോയി. ആ, ആ. ലക്ഷ്മിയുടെ ആ എപ്പിസോഡ് കാണിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത്. ശ്രിഞ്ചുന് എന്താണ് ശ്രിഞ്ചു ആഗ്രഹം? അല്ല അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. ഒരുപാട് ശ്രിഞ്ചുനെ ഏറി നിന്ന് താത്ര ഏറിന്ന് ഇറങ്ങരുത്. നമ്മളൊരു സിനിമയിൽ അഭിനയിച്ച പബ്ലിസിറ്റി നമുക്ക് കിട്ടണം. അത് ഇവർക്ക് അറിയില്ല. പക്ഷെ മുമ്പേ എന്നെ അങ്ങനെ എളുപ്പത്തിലൊന്ന് അരിഞ്ഞിട്ട് അവസാനിപ്പിച്ചതാ എന്റെ രാമ. ഇനി ഞങ്ങളെല്ലാവരും എക്സ്ക്ലൂസീവ്ലി കേൾക്കാൻ കാത്തിരിക്കുകയാണല്ലേ. തറവാടി 3 വരം. മൂന്നല്ല, എല്ലാരും ഒരെണ്ണം പറഞ്ഞു. എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ, ഈ ചാനൽ ഞാനങ്ങ് വാങ്ങും. ഫ്ലവേഴ്സ് ശ്രീകണ്ഠ സാറ് സമ്മതിക്കുവോ? വരല്ലേ? ആ ആഗ്രഹം. ചോദിക്കാലോ? അതെ അത് ചോദിക്കാം. എന്നിട്ട് എന്താന്നുള്ളതൊക്കെ അറിയാം. ഇത്തവണ നമ്മൾ മൊത്തത്തിലുള്ള കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ ഓണത്തിന് ആഡ്സ് ചെയ്ത സദ്യ, ഇല, ഭക്ഷണം, അച്ചാറ്, പുളിയിഞ്ചി, അവിയല്, ഇങ്ങനെ വരും. ധ്യാൻ ഈ കാശൊക്കെ എവിടെ കൊണ്ടുവയ്ക്കണം? ആഹാ ആഹാ അതല്ല ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ആഡ്സ് ഇത്തവണ ചെയ്ത ഒരാളാണ് കേട്ടോ. എല്ലാം ഗംഭീര ads. എവിടെ നോക്കിയാലും നീ. ഞങ്ങൾക്കും ഉണ്ട് പരസ്യം. ചെയ്യണമൊക്കെ പരസ്യമാവുമല്ലേ? തങ്കത്തിന് ഈ അടുത്ത സമയത്തൊരു ഡിജിറ്റൽ ആഡ് ചെയ്തു. കരപ്പന്റെ പരസ്യത്തില്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ തഗ് സ്റ്റാർ എന്നുള്ളൊരു ടൈറ്റിൽ എല്ലാ ജനങ്ങളും തരുന്നുണ്ട്. യൂട്യൂബിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹിറ്റ്. താങ്കളെ വെച്ചിട്ട് ഒരുപാട് യൂട്യൂബ് ചാനൽസുകാർ ഇങ്ങനെ 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 എണ്ണുന്നുണ്ടല്ലോ. ലക്ഷ്മി നമ്മള് അല്ല ഞാൻ ചോദിക്കട്ടെ, സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇതുവരെയായിട്ടൊരു പ്ലാൻ ഇതുവരെ വന്നിട്ടില്ല? കൊറേ അലവലാദികൾ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ. നിങ്ങൾ കുറെ നേരമായിട്ട് പറയുന്നത് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് നിങ്ങൾ കാറ് മേടിക്കുന്നു, ഉദ്ഘാടനമാണ്. നിങ്ങൾക്കൊന്നും ഗൂഗിൾ പേ ആയിട്ടില്ലേ? ഈ അലവലാതിയില് രസം ഷോ ഇഷ്ടപ്പെടുവോ? അതിന്റെ ഇടയ്ക്ക് യൂട്യൂബ് ചാനലുണ്ടോ? ശ്രീവിദ്യയുടെ കല്യാണത്തിന് ഒരു മീഡിയ അകത്തോട്ട് കയറ്റിയില്ല. ഞാൻ നോക്കിയപ്പോഴേ ഐശ്വര്യ ഷൈൻ ചെയ്യുന്നു. ഐശ്വര്യയുടെ അച്ഛൻ ഒരു സൈഡിൽ ഒരു ഫോൺ ഇങ്ങനെ, ഐശ്വര്യയുടെ സഹോദരൻ ഒരു ക്യാമറ ഇങ്ങനെ, 2 സൈഡ്. അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു ഇതെന്തോന്ന്? അച്ഛൻ വൈഡ് അല്ലല്ല വേറെ സാധനം. നെറ്റിച്ചുട്ടിയിലൊരു ക്യാമറ വെച്ചിട്ട് നടക്കും പോലെ. തൊട്ട് പറഞ്ഞ അമ്മ അടുക്കളയിൽ നിന്ന് ഓൺലൈനിൽ എഡിറ്റ് ചെയ്യണമെന്ന്. ആരും വിടുന്നതിന് മുമ്പ് എയറിൽ വിടണം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്ര സോഷ്യൽ മീഡിയ എത്ര യൂട്യൂബ് ചാനൽസ് ആണ് എന്നെ വെച്ച് കാശ് ഉണ്ടാക്കുന്നത്? എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ പോരെന്ന്. അല്ല, ചിന്തിക്കേണ്ട വിഷയം വെച്ചാൽ നമ്മള് കാരണം മറ്റുള്ള 10 പൈസ അവർക്ക് ഗുണം ഉണ്ടാവണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഇന്നിവിടെ വെറുതെ വന്നിരിക്കണോ? അതെ, ഒരു ഓണസമ്മാനം. അതെ ഓണം ഗിഫ്റ്റ്. അപ്പൊ കമ്പനി അക്കൗണ്ടിന്റെ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതാ പറഞ്ഞേ. സ്നേഹാണേ ഓണത്തിനുള്ള ഒരു ഓണ സമ്മാനമായിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ സ്നേഹം മാത്രം എന്നുള്ള ടൈറ്റില് വീട്ടില് നോട്ടെണ്ണ മെഷീനും വെച്ചോണ്ട് വൈഫ് ഇരിക്കുക. അവിടെ കാണിച്ചിട്ട് അകത്തേക്ക് കേറും. വയ്യാതിരിക്കുന്ന അച്ഛൻ നോക്കാം. കഷ്ടപ്പാടാ അല്ലേ? ഒരുപാട് സിനിമ ഡയറക്ട് ചെയ്യുന്ന ചേട്ടൻ. ഞാനും വയ്യാതിരിക്കുന്ന അച്ഛൻ 150 ഏക്കർ പാടം. അഥവാ തുടങ്ങിയെങ്കിൽ എന്തായിരിക്കും പേരിടുക യൂട്യൂബ് ചാനലിന്? പേരിടണോ? ആ ധ്യാന കേന്ദ്രം. നല്ല പേരണ. സൂപ്പർ. അല്ല ഈ ധ്യാനിന് എങ്ങനെയാ പേരിട്ടെ? ആദ്യം ഒരു കൊച്ചുണ്ടായതിനു ശേഷം പിന്നെ കുട്ടികൾ ഉണ്ടായില്ല. ഒരുപാട് ധ്യാനത്തിനൊക്കെ കൂടി ഉണ്ടായ കൊച്ചാണിത്. അങ്ങനെയാണ് ധ്യാനിന് പേര്. അപ്പൊ ഈ ഉരുളി കമത്തി ഉണ്ടാകുന്ന കൊച്ചിന് ഉരുളി എന്നാണ് പേര് പറഞ്ഞത്. ലക്ഷ്മി, നോബിച്ചേട്ടിയുടെ മോന്റെ പേരും ധ്യാനല്ലേ? ആരുടെ? നോബിച്ചേട്ടൻ. അയ്യോ, ആക്ച്വലി ധ്യാനം ധ്യാനിച്ചുണ്ടായതാണോ? അപ്പൊ
അപ്പൊ അവിടെയും ധ്യാനം കൂടി. അതെന്താ കുട്ടിക്ക് ധ്യാനിന് പേരിടാൻ? ഇല്ല, ഞാൻ നോക്കിയപ്പം പിന്നെ ധ്യാൻ. സോഷ്യൽ മീഡിയയിൽ മൊത്തം ട്രെൻഡിങ്. ഞാൻ നോക്കിയപ്പോ അങ്ങനെയല്ല, ഞാൻ പിന്നെ 2-3 പേരെടുത്ത് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ധ്യാൻ എന്നുള്ള പേര് പറഞ്ഞു എൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരേ മുഖം സിനിമ. അപ്പൊ ഞാൻ ധ്യാനിന്റെ അടുത്ത് പറഞ്ഞു എന്റെ മോന്റെ പേര് ധ്യാൻ. ചേട്ടന് വേറെ ഒരു പേര്? ചേട്ടന് വേറെ ഒരു പേര്? ഞാൻ പറയട്ടെ, കുറെ പേർക്ക് സ്വന്തം പേര് ഇഷ്ടമുണ്ടായിരിക്കില്ല. സെൽഫ് ലവ് ചെയ്യുന്നുണ്ടോ സ്വന്തം പേര്? കുഴപ്പമില്ല. അല്ല, നല്ല പേര്. അച്ഛൻ ശരിക്കും പറഞ്ഞു ഇപ്പൊ ധ്യാൻ എന്ന് വെച്ചോണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആ ശ്രീനിവാസനും കൂടെ വരുമ്പോഴാണ് അപ്പൊ ഇത് മോശമാണെന്ന് പറഞ്ഞത്. തങ്കച്ചൻ കൊച്ചിന്റെ പേരാണ് പ്ലാൻ ചെയ്യണേ, ചുപ്പാണ്ടി. മറ്റോട് വല്ല ചുപ്പാണ്ടി തങ്കച്ചൻ. അല്ല, ഞാനൊന്നും പറയില്ല, കാരണം എന്റെ കൂട്ടുകാരന് ഓണത്തിന് വല്ല കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഞാനേ ഇത് ഇവിടുത്തെ ഒരു പഴയ കൗണ്ടർ കിങ് ആണ്. ഇപ്പൊ പല്ലെല്ലാം കൊഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ചേട്ടാ, തങ്കച്ചന്റെ കൊച്ചിന് ഉണ്ടാവുന്ന കൊച്ചിനെ ചുപ്പാണ്ടി പേരെന്ന് പറഞ്ഞപ്പോ പുള്ളി വരെ ഞാൻ പൈസ കൊടുത്ത് പറഞ്ഞു വെച്ചേക്കണം എന്റെ കൊച്ചിനിടാൻ വേണ്ടി. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ലൈക്ക് അച്ഛൻ്റെ അടുത്ത് ഞാൻ ഈ പേരിടാൻ കാരണം എന്താന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇന്ത്യ കണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി പ്ലെയർ അല്ല, കേട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കാലത്ത് ഏറ്റവും വലിയ ഹോക്കി പ്ലെയർ ആയിരുന്നു ധ്യാൻ ചന്ദ്. ഹോക്കി എന്ന് പറഞ്ഞ കളിയുണ്ടെന്ന്. ഒരു കളിയുണ്ടോ? അല്ല, ശരിക്കും ആ ഒരു ഇൻസ്പിറേഷനിലാണോ ശരിക്കും? അച്ഛൻ ഭയങ്കരമായിട്ടൊരു സ്ഥലത്ത് അവര് പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഹോക്കി ക്രിക്കറ്റ് ഒക്കെ കളിച്ചോണ്ടിരുന്ന. അപ്പൊ ഹോക്കി അങ്ങനെ 2 ആൾക്കാരുടെ പേരാണ് ധ്യാൻ ചന്ദും വിനീത് കുമാറും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ഇൻഫർമേഷൻ ആയിരുന്നു. ഇങ്ങനെയാണ് ഈ പേര് വന്നേന്ന്. എന്നിട്ട് മക്കൾ വലുതായപ്പോ ഹോക്കിയോടൊക്കെ താല്പര്യം ഉണ്ടായോ? നല്ല ചോദ്യം. കുഴപ്പമുണ്ടോ? ധ്യാനൊന്ന് ഹോക്കിയതാണോ? ശരി. അല്ല ഞാൻ ഏത് കളിയോടാണ് താല്പര്യം? ഏത് കളിയോടാണ് താല്പര്യം? അത് പറഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും ഉണ്ട്? എന്താണ്? എനിക്ക് അവിടെ നിന്ന് തന്നതിന് മറുപടി കൊടുക്കണം. അപ്പൊ എന്തായാലും ഓണത്തിന് ചെണ്ടമേളം ഇല്ലെങ്കിൽ പിന്നെ എന്താ ആഘോഷല്ലേ? അപ്പൊ ഏതായാലും ഇവരുടെ അകമ്പടിയോട് കൂടിയിട്ട് നമ്മളത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ശരിക്കും ഇനി ഞാൻ പറയാൻ പോണ ഗെയിമിന്റെ പേര് പറഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്നും കൂടെ ഒരു കൊട്ടനെ ഒരു ഹൈപ്പിന് വേണ്ടിട്ട് സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് വലിച്ചു കയറി വാ. വടംവലി എന്നൊക്കെ പണ്ടത്തെ രീതിയിൽ പറയും. സ്റ്റാർ മാജിക് എല്ലാം തലവരിവായതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ചിട്ട് പോണല്ലോ. അതുകൊണ്ട് തന്നെ എടാ മോനെ ലക്ഷ്മി വലിച്ച് കേറി വാടാ. ടീമിന് ഈ താളം ഉള്ള മ്യൂസിക് കേട്ടപ്പോഴേ തല കറങ്ങണു. പരബ്രഹ്മം ആയതുകൊണ്ട് പരബ്രഹ്മം തല ഉണ്ടെങ്കിലല്ല കറങ്ങോളൂ.
അതെ, ഞാനിനി ഒരു കാര്യം പറയട്ടെ. ഈ ഗെയിമിന് നിങ്ങൾക്കൊരു പ്രചോദനമാവാൻ വേണ്ടിട്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ കുറെ ചേട്ടന്മാരിലാണെന്ന് ധരിക്കും, അത് സത്യമാണ്. കുറെ കലാഭവൻ പ്രചോദനം. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ ആണ്. എടാ മോനെ വലിച്ചു കേറി വാട, അങ്ങനെയാണ് ശരിക്കുള്ള വാട എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് വട. നമ്മൾ അവിടെ വട, ഉഴുന്നുവട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. അതായത് വലിച്ച് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ അതെ, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ. അതായത് അല്ലാണ്ട് നിങ്ങൾ ജോലി എടുക്കില്ലല്ലോ. 2 ടീമായിട്ട് വടം വലിക്കാനായിട്ട് വടം സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. 2 സൈഡിലും ഇഷ്ടം പോലെ നല്ല ചുടുചുട മുരുമുര എന്താണ് ഉഴുന്നുവട. ഓക്കെ, അപ്പൊ ഈ ഉഴുന്നുവട നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വലിക്കുന്ന സമയത്ത് മാക്സിമം ഒരെണ്ണെങ്കിലും ഒന്ന് കടിച്ചെടുക്കാൻ വേണ്ടി നോക്കണം. അപ്പുറത്തെ ടീം അങ്ങോട്ട് പോകുമ്പോൾ മാക്സിമം ഒരെണ്ണെങ്കിലും അവിടുന്ന് കടിച്ചെടുക്കാം. അതായത് നമ്മുടെ ആക്രാന്തം വെച്ച് നമ്മൾ ഇങ്ങോട്ട് വലിക്കണം, അവരുടെ ആക്രാന്തം അങ്ങോട്ട് വലിക്കണം. അത് തന്നെ. ഏറ്റവും കൂടുതൽ വിശക്കുന്ന ടീം, ഉഴുന്നുവട അകത്തേക്ക് ആക്കുന്ന ടീം ജയിക്കും. വടം വലിച്ചിട്ടുണ്ടോ? വട കടിച്ചിട്ടുണ്ടോന്നല്ല, വടം വലിച്ചിട്ടുണ്ടോന്ന്. എപ്പോഴായിരുന്നു? ഇപ്പൊ ഞാൻ വിളിക്കില്ല, കയ്യില് വയ്യാന്ന് എനിക്കറിയാം. വലിച്ചിട്ടില്ല. വലിച്ചിട്ടില്ലേ? അപ്പൊ ഒരു മുഴുവൻ മുന്നേ വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞല്ലേ. ഞങ്ങള് പക്ഷെ ഇന്ന് എല്ലാരും വലിച്ചായിരുന്നു സ്കിറ്റ്. അങ്ങനെയല്ല, ഞങ്ങളെ വലിപ്പിച്ചായിരുന്നു. നിങ്ങൾ പറയുമ്പോ അതെ, ശരി. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നാ തുടങ്ങിയാലോ? വലിച്ചു കഴിയുമ്പോ വായിന്ന് വരുന്നത് ചട്നിയും സാമ്പാറൊന്നുമല്ല, പതയായിരിക്കും. പത. അപ്പൊ 2 ടീമും ഗെറ്റ് റെഡി. ലിഗ്മെന്റ് പ്രോബ്ലം, വയറുവേദന, മുട്ടുവേദന എന്ന് പറഞ്ഞ ആരും ഇരിക്കരുത്. കൈവേദന മാത്രം ഒരു എക്സ്ക്യൂസ് ഉണ്ട്. എന്റെ ദൈവമേ, എന്റെ കൈവേദന ആയത് ഭാഗ്യം. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ വർഷവും ഫ്രഷ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരേ ഒരു മത്സരമാണത്. ഒരു മാറ്റവും അതിൽ ഇന്ന് വരെ കഴിഞ്ഞ 7 വർഷമായിട്ട് സംഭവിച്ചിട്ടില്ല. അപ്പോ കഴിഞ്ഞ വർഷം ആരാ തോറ്റത്? അവന് ചോദിക്കാനുണ്ടോ? കളിയാക്കുവാണോ? അപ്പോ ഇത്തവണ പക്ഷെ വേണമെങ്കിൽ നോക്കിക്കോളൂ, അത് സംഭവിക്കട്ടെ. ശരി, ശക്തമായിട്ട് ഞങ്ങൾ അവിടെ ഭക്ഷണം കെട്ടി തൂക്കിയിട്ടതുകൊണ്ട് ഒരു പക്ഷെ ചിലപ്പോ വിജയിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടെ വന്ന് വിസിലടിച്ച് തുടങ്ങിയാലോ? ഒന്ന് ജോയിൻ ചെയ്യാമോ നമുക്ക്? യെസ് പ്ലീസ്. കള്ളന്മാർക്ക് കഞ്ഞി വെച്ചിട്ടുള്ളവരാണ്. കള്ളത്തരം കാണിക്കും. ഒന്ന് നോക്കി ഒന്ന് ഡീൽ ചെയ്യണേ. കഞ്ഞി വെച്ചത് ആരുടെ മുഖത്തേക്ക് ചോദിച്ചേ? അത് പുള്ളി ഒരു നിമിഷം പെട്ടെന്ന്. ശരി, ഓക്കെ, നമ്മളപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്കറിയാം കൈ വയ്യാന്നുള്ളത്. ഓക്കെ മാഡം, എന്താടോ ഒരു വടയിൽ ഒരു കടി കടിച്ചാൽ മതി, ഒരു വട മുഴുവൻ തിന്നണം. ഒരു കടി അടിച്ച് അവിടെ നിന്ന് എടുക്കണം. വട എടുക്കാൻ പൊട്ടിക്കണം. ഇത് ചിങ്ങമാണ്, അല്ലാതെ മേടമല്ല കേട്ടാ. അവിടെയാണ് കോമ്പിനേഷൻ വടയും പഴവും. വട കഴിക്കണേ, താഴെ വെറുതെ സ്പോയിൽ ചെയ്യരുത്. ഒരു കടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനാണ് നമ്മുടെ റെഫറി. റെഡി? 1. ഇത് ഞാൻ പിടിക്കാൻ. എന്റെ ഉപ്പൂറ്റി 3 ഈ സൈഡ് കള്ളത്തരം വിട്ടുകൊടുക്കൂ. ആര് ജയിക്കും എന്നുള്ളൊരു ഇത് മുൻകൂട്ടി നമുക്ക് എന്താ തോന്നണേ? ഇതുവരെ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായി മുഖത്ത് നോക്കി പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സത്യസന്ധമായിട്ടാണോ? ഞങ്ങളിൽ പ്രതീക്ഷ വേണ്ട, കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടേ ഞാൻ ഇതൊക്കെ വിജയിപ്പിക്കുന്നത് മനസ്സിലാക്കണം. ധ്യാനം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വർഷവും അച്ചട്ട് ബിനുവടിമാലിയും ടീമും നോക്കാം തിരുത്തി കുറിക്കുമെന്നുള്ളത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 1 2 3 വലിച്ചു കയറി വാടാ.
നോക്കട്ടെ, നാക്കൊന്ന് പുറത്തിടൂ. ആ, നാക്ക് നോക്കണ്ട, ഇവിടെ നോക്കിയാ മതി. തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. 1 point സുമയുടെ ടീമിന് ഇപ്പൊ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇൻ ബിറ്റ്വീൻ പോസ് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കണ്ടിന്യൂസ് നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതില് നമ്മൾ ബൈറ്റ് ചെയ്ത് എടുക്കണം. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് പറ്റുന്നത്ര കഴിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒരു ബൈറ്റ് എങ്കിലും ബൈറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഈ ബൈറ്റ് ചെയ്ത് തന്നെ ബൈറ്റ് ചെയ്യാൻ പറ്റുമോ? അവർ ഓൾറെഡി ഒരെണ്ണം ബൈറ്റ് ചെയ്തു. അതിനെ ബൈറ്റ് ചെയ്യരുത്. അതൊരാൾ കടിച്ചതല്ലേ. റെഡി, 1 2 3. രണ്ട് ടീം അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു. ജസ്റ്റ് ഒരു ബൈറ്റ് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോബിഷന്റെ ടീം 1 2 3 വട, 4ാമത്തെ വടയിൽ ജസ്റ്റ് കിട്ടാൻ പോയി, കിട്ടിയില്ല. ഓക്കെ, അവിടെ ജിഷൻ ചേട്ടൻ ആൻഡ് ടീം, ബിൻ ചേട്ടന്റെ ടീം 1 2 ഇതാര് കടിച്ചതാ? ഇത് പന്നിയേലി. ഇതാര് കടിച്ചതാ? കുഞ്ഞിനെലി വന്ന. അതെ, അവിടെ 1 2 3 4 പേരും 13 ക്യാമറയും അവര് വെറുതെ അല്ല ഇരിക്കണേ. ആകെ 1 നിങ്ങൾ കടിച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ കടിയിൽ കള്ളം ചേർക്കുന്നവരല്ല. എല്ലാവരും അടപടലം ഇരിപ്പായി. പിന്നെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോ ആ നാക്കുണ്ടല്ലോ, അത് അച്ചട്ടാ കഴിഞ്ഞ കളി. ആ പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 പോയിന്റ്, ഇവിടെ 1 പോയിന്റ്. നമുക്ക് വേണമെങ്കിൽ വാശിക്കളിയായിട്ട് ഒരു റൗണ്ടും കൂടെ പോവാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പിടിച്ചിട്ട് തീരുമാനിക്കട്ടെ. കിട്ടണത് മേടിച്ചോണ്ട് പോകാം. എന്താ വാശി പിടിച്ചാലും ഞങ്ങള് തന്നെ ശബ്ദം വന്നു. അപ്പൊ നിങ്ങൾ ഇനി റെസ്റ്റ് എടുക്കൂ. ഇങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള വടംവലി ടീമിന് ഒന്ന് നമുക്ക് കൊട്ടേഷൻ കൊടുത്ത് നമുക്ക് ഇറക്കിയാലോ? ഇറക്കാം.
ഇറക്കാം. അത് ന്യായം. ഓരോ ടീമിനെയും റെപ്പ് ചെയ്തുകൊണ്ട് പ്രൊഫഷണൽസ് വടംവലിക്കാര് 2 ടീമായിട്ട് ഇവിടെ എത്തുകയാണ്. സോ ഇനി റിയൽ വടംവലി എന്താന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. സോ പ്ലീസ്. അപ്പോ 2 ടീമിന് അല്ല, നമുക്കിത് ഏകദേശം അറിയായിരുന്നു നമ്മുടെ ആൾക്കാർ വടം വലിച്ചത് ശരിയാവില്ലാന്ന്. ഇവരുടെ എന്താ പറയാ അഭിമാനം കാക്കാൻ വേണ്ടിട്ട് പ്രൊഫഷണൽസിനെ നമ്മൾ ഇറക്കുകയാണ്. 2 പക്ഷേ ഞങ്ങൾക്ക് ഇതായിരുന്നു വേണ്ടത് പടം. ഞങ്ങൾ വലിച്ച ചെറിയ പടം പറയിപ്പിക്കരുത് കേട്ടോ. വെറുതെ അല്ല ഞങ്ങൾ തോറ്റുപോയത്. ടീമിനെ പറ്റി ഒന്ന് പറയുമോ? യുവ ഫ്രണ്ട്സ് പുളിക്കമാലി. യുവ ഫ്രണ്ട്സ് പുളിക്കമാലി. ഓക്കെ. എത്ര വർഷം ഇങ്ങനെ വടം വലിക്കണു? ഒരു ഏകദേശം ഒരു 15 വർഷമൊക്കെ ഉണ്ടോ. 15 വർഷം. ഇരുമ്പാണ് കൈ. ഓക്കെ, ഇനി ഈ ടീമിനെ പരിചയപ്പെടാം. താങ്ക് യു ഫ്ലവേഴ്സ്. ഓ വെൽക്കം. വേറെ ഒന്നുമില്ലല്ലോ, നമ്മൾ ഈ വളരെ സാധാരണക്കാര ഗെയിമാണ്. എനിക്കൊന്ന് ആദ്യമായിട്ട് ഫ്ലവേഴ്സ് ചാനലായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ഗെയിം ഒരു ഫ്ലോറിലേക്ക് കൊണ്ടുവന്നത്. അടിപൊളി. വേറെ നന്ദി കേട്ടോ. ഞങ്ങളൊക്കെ ഈ പറഞ്ഞതിൽ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി കയ്യും പൊട്ടി പുറം പൊട്ടി മുട്ടൊക്കെ പൊട്ടി പൊട്ടിരിക്കട്ടോ പഠിച്ചെടുത്താണ് ഈ വടംവലി. അപ്പോൾ അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് ജോലി കിട്ടുന്നുണ്ട് പുറത്തേക്ക് വിദേശത്തായിട്ട്. എനിക്ക് ലോകരാജ്യങ്ങളെല്ലാം തന്നെ വടംവലി ആയി, എല്ലാ രാജ്യങ്ങളിലും. വടംവലിയുടെ സാധ്യത വളരെ വലുതാണ്. പിന്നെ താങ്ക് യു. എൻ്റെ പേര് അരുൺ. ഭീഷ്മ ബോയ്സ് എന്ന ടീമിന്റെ പേര്. ഞങ്ങൾ 10 കൊല്ലമായി ടീം ഉണ്ടാക്കിയിട്ട്. എവിടെയാണ് ടീം ഫോം? ഞങ്ങളുടെ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരാണ്. ശരി. അപ്പൊ ഭീഷ്മ ബോയ്സ് നമ്മുടെ ബിനുചേട്ടന്റെ ടീമിനെ റെപ്പ് ചെയ്യുന്നു. ശരി. അപ്പൊ ബിനുചേട്ടൻ അംഗങ്ങളാണ് അവിടെ പോയി സപ്പോർട്ട്. ഞാൻ നിന്ന് ആ പാവങ്ങളെ കൂടെ തോപ്പിക്കണോ? ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഈ സൈഡിൽ നിന്നോളൂ. നിൽക്കാൻ. ഈ ടീമും റെഡിയാണല്ലോ. അപ്പൊ ഇതാണ് നോബിച്ചേട്ടന്റെ ടീം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും പറഞ്ഞ് പുള്ളിക്ക് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കും. പുള്ളി നിൽക്കുന്നിടത്ത് ജയം ഉണ്ടാവില്ലെന്നാണ്. അത് അവർക്കറിയാം. അവര് 2ാമത്തെ വർഷം അതോടെ ഇതിനേക്കാൾ എക്സ്പീരിയൻസ് അവർക്ക്. റെഡി? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാപ്പൻ 2 3 അടിക്ക 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 മാറ്റള പിടിക്ക പിടിക്ക. പറക്കണ്ട. ആൾക്കാരെ കൊണ്ടുവന്നു. അങ്ങനെ എന്നെ ജയിപ്പിക്കാൻ നോക്കരുത്. അങ്ങനെ കേസ് കൊടുക്കണം. സത്യാവസ്ഥ ചേട്ടൻ പറഞ്ഞാൽ പറ്റുള്ളൂ. അവര് തോറ്റ്. അപ്പൊ മനസ്സിലാക്കട്ടെ. ജയിച്ച ആൾക്കാരെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യാം. ഒരു റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനീഷ്യലി ഫസ്റ്റ് സ്കോർ ചെയ്തത് ലൈക്ക് ലീഡ് ചെയ്തത് അടിമാലേ, ആ സൈഡിലൊരു ചർച്ച നടക്കുന്നുണ്ട്. മിക്കാറ് കഴിയുമ്പോ കിട്ടുമല്ലോ. സൈഡ് മാറാം അല്ലേ? യെസ്. ഒരു ചെറിയൊരു കാര്യം പറയട്ടെ ചേട്ടാ. ഇത്തവണ ഒന്ന് ലൂസ് അടിച്ചേക്കണം. അപ്പുറം ഒരാൾ അല്ലെങ്കിൽ പുറത്ത് പോയി തല തല്ലി എന്തെങ്കിലും ചെയ്യും. ഞാൻ ഞങ്ങളെ പിള്ളേരും തുടങ്ങട്ടെ.
പോരട്ടെ 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 സുഭാഷേ സുഭാഷേ ലൂസറാ ലൂസറാ അങ്ങനെ പെരുമ്പാവൂർ ടീം സൂപ്പർ. പറയില്ല. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു റൗണ്ട് പോവല്ലേ? അതെ അതെ അതെ. അല്ലെങ്കിൽ വേണ്ട അല്ലെ, നമുക്കൊരു ഹെൽത്തി ഗെയിം ആയിട്ട് നമുക്ക് ഇവിടെ നിർത്താം. അതാണ് നല്ലത്. ധ്യാനം 10 പെൺപിള്ളേരുടെ പടം വലിക്കട്ടെ. നിങ്ങളെ വലിക്കേണ്ട ഒന്ന് കണ്ണിറുക്കിയത് അവൻ വിട്ടുതരും. പറയാനാണ് ഇങ്ങോട്ട് വന്നത്. അത് പറയാൻ മാത്രം വേണ്ടി അല്ല, അതിനേക്കാളും നല്ലത് ധ്യാനിന് എക്സ്ക്യൂസ് ആണ്. കാരണം ധ്യാനിന് വയ്യാണ്ടിരിക്കുക. ചേട്ടന് കണ്ണിച്ചോരുണ്ടോ? ഒരു കാര്യം ചെയ്യൂ, ധ്യാനിന് പകരം ചേട്ടൻ നിൽക്കൂ, ഇപ്പുറത്ത് 10 പെൺകുട്ടികളും. നല്ലൊരു കാര്യല്ലേ അത്? അങ്ങനെ കാണിക്കില്ലേ, 1.5 പെഗ് താഴത്തേക്ക് വരും. ശരി, അപ്പോ 2 ടീമിനും ഒരു വലിയ കൈഡി കൊടുക്കണം. നമ്മൾ കാണുന്ന പോലെയല്ല. കാരണം നമ്മുടെ ഗേൾസും നമ്മുടെ ചേട്ടന്മാരെല്ലാരും കൂടെ സാധാരണ ഒരു കയറ് വെച്ചിട്ട് ഈ ഗെയിം കളിച്ചിട്ട് തന്നെ കൈ മൊത്തം പൊട്ടിയിരിക്കുക അല്ലെ. അപ്പൊ ഇവരുടെ ഒരു കാര്യം നോക്കൂ, ഇത് എവിടെ കളിച്ചിട്ട്. അപ്പോ ഇവരുടെ ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ഇവരുടെ ഹാർഡ് വർക്ക്. 2 ടീമിനും ഒരു വലിയ കൈഡി കൊടുക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച് 2 ടീമിനും. താങ്ക് യു. അപ്പോ ശരിക്കും ഓണക്കാലത്ത് നമ്മളെ കാണാനായിട്ട് മഹാബലി വരിക എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ. എപ്പോഴെങ്കിലും മാവേലിയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഒരു ക്രിസ്മസ് നേരത്തെ പോലെ ലോണും മറ്റേ ഇത് കടബാധ്യതയൊക്കെയുള്ള മാവേലി ആയിരിക്കും അല്ലേ? ഉണ്ടോ? എന്റെ അച്ഛൻ മാവേലി നേരിട്ടുണ്ട്. മാവേലി നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്റെ അച്ഛൻ കണ്ടതേ മാവേലിനെയല്ല, മാവേലി ഇരിക്കണ എലീനെ ആയിരിക്കും. മാവേലി എലി നിങ്ങൾ അറിഞ്ഞോ? അതായത് നമ്മളെ വിഷ് ചെയ്യാൻ വേണ്ടിട്ട് മാവേലി ആസ് യൂഷ്വൽ വരുന്ന പോലെ ഇത്തവണ വരുന്നുണ്ട്. പക്ഷെ ഇത്തവണ നമ്മൾ ക്ഷണിച്ചപ്പോ മാവേലി ഇങ്ങോട്ട് ഡിമാൻഡ് വെച്ചിരിക്കുക. അതായത് നമ്മുടെ നാട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പോലെ പാതാളത്തിലും എല്ലാവർക്കും നമ്മളൊരു അന്വേഷണം പറയണമെന്ന്. മാവേലിനെ പറ്റി പറഞ്ഞപ്പോ എന്റെ ഇടയ്ക്ക് ചേർത്ത വാക്ക് കേട്ടോ, ആസ്യൂഷ്യല്ലേന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിലേക്ക് എക്കാലത്തെയും പോലെ മാവേലി മഹാബലി തമ്പുരാൻ നമ്മളെ വിഷ് ചെയ്യാനായിട്ട്, ആശംസകൾ നേരാനായിട്ട് ഈ വേദിയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അദ്ദേഹത്തെ വിളിച്ചോട്ടെ. വിളിക്കാതെ വരുന്നതാണ് മാവേലി. ഇത് ലക്ഷ്മി നക്ഷത്രം വിളിച്ചു വരുത്തുക ഈ മാവേലി. കാരണം ആ മാവേലിക്ക് അത്ര ഡിമാൻഡ് ഉണ്ട്. അപ്പൊ മാവേലി തമ്പുരാനേ, മാവേലി തമ്പുരാൻ ഇതിൽ നമ്മുടെ നേരത്തെ ദുഷ്യന്തനല്ലേ ഇത്? ഊക്കളിക്കൽ കഴിഞ്ഞെങ്കിൽ തുടങ്ങാമായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഞങ്ങൾ അനുഗ്രഹിക്കാൻ അല്ല, എന്നെയൊന്നും അനുഗ്രഹിക്കാൻ വന്നതല്ല, ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണ്. ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ. ഞാൻ പാതാളത്തിലൊരു പുതിയ സംരംഭം തുടങ്ങി. ചാനലാണോ? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പാതാളത്തിലോ? പാതാളത്തില് പേരെന്താ? പാതാളക്കരണ്ടി. പാതാളക്കരണ്ടി യൂട്യൂബ് ചാനൽ. പ്രൊപ്പറേറ്റർ മാവേലി. ധ്യാനൻ എനിക്കൊരു ഇന്റർവ്യൂ തരികയാണെങ്കിൽ ചാനലിന് നല്ല റീച്ച് കിട്ടും. ധ്യാനന് മാത്രം ഓണാശംസകൾ. അത് ഞങ്ങൾക്കില്ലേ? എന്നാലും വന്ന സ്ഥിതിക്ക് എന്റെ പ്രിയപ്പെട്ട എന്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഈ ഇരിക്കുന്ന ഫ്രൂട്ട്സ് ഐറ്റംസിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകൾ. അപ്പോ ഞാൻ പതുക്കെ എന്റെ ഇന്റർവ്യൂയിലേക്ക് കിടക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, സാധാരണ ഈ പെൺകുട്ടികളുടെ ഇടയിൽ ഇരുന്നൊക്കെയാണ് ഈ ഇന്റർവ്യൂ ചെയ്യുന്നത്. ചിരിച്ചും തగ్గടിച്ചും ഒക്കെ വലിയ അവരുടെ ചാനലിന് വലിയ റീച്ച് നേടിക്കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് അതിൽ നിന്ന് പുളകിതനാകാറുമുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ട്. അയ്യോ, ഇങ്ങനെ മൊത്തം നെഗറ്റീവ് ആണല്ലോ. ഞാനേ ഒന്ന് കണ്ണടച്ച ഒരൊറ്റ സെക്കൻഡ് ഒന്ന് കണ്ണടച്ചിട്ട് ആ ദുഷ്യന്തിനെ അങ്ങ് മാറ്റി കളഞ്ഞു. കണ്ണടച്ചിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് മാവേലിനെ കയറ്റും. മയക്കാൻ പറ്റുന്നില്ലണോ? ഞാനൊരു ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. വേണ്ട. താങ്കളൊരു 5 സിനിമയുടെ കഴിയുമ്പോൾ പ്രേം നസീറിന്റെ റെക്കോർഡ് തകർക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല.
അല്ല അങ്ങനെയാണ്, സത്യം അതാണ്. ഇനി അഥവാ ഇനി ലേഡീസിന് മാത്രമേ ഉത്തരം നൽകുന്നുണ്ടെങ്കിൽ മോളെ ഇവിടെ വരും. മോളെന്ന് വിളിച്ചാലേ ചെല്ലി. ഈ ചോദ്യം തന്നെ ആവർത്തിച്ചോളൂ. ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ ഞാൻ എന്റെ ചാനലിൽ മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് payment വേണം. ബാവേലി രസം സ്റ്റോറീസ് ഉണ്ട്, വേണോ? രസം സ്റ്റോറീസ് തങ്കച്ചൻ ബിദിരാജ് 5 യൂട്യൂബ് ചാനൽ തുടങ്ങി. സ്വന്തം വീട്ടുകാർ പോലും അത് ലൈക്കും ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്തില്ല. അടുത്ത ഓണത്തിന് മുമ്പെങ്കിലും കല്യാണം നടക്കും? ഇല്ല, നടക്കില്ല. അതെന്താ ബാവേലി? എന്റെ കാലശേഷം പോലും അത് കാണുന്നില്ല, അങ്ങനെ ഒരു അവസരം കാണുന്നില്ല. യുവ നടന്മാരെല്ലാവരും ഇന്റർവ്യൂ, സിനിമ, എല്ലാ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പാൻറ്റും നല്ല ഫ്രീക്ക് ഡ്രസ്സിൽ പോകുമ്പോൾ ധ്യാൻ മാത്രം എന്താണ് മുണ്ടും ഷർട്ടും യൂസ് ചെയ്യുന്നത്? അതിന്റെ പുറകിലുള്ള ചേതോ വികാരം എന്താണ്? മുണ്ടും ഷർട്ട് അത്രയും മോശം വസ്ത്രമാണെന്ന് മാവേലിക്ക് അങ്ങനെ തോന്നലുണ്ടോ? സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, എന്താണ് സെലിബ്രിറ്റികൾ മുണ്ടെടുക്കാതെ നടക്കണോ? എനിക്ക് റീച്ച് കിട്ടിയാൽ മതി, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ. ഈ തറുതല തന്നെയാണ് എനിക്ക് വേണ്ടത്. എനിക്ക് റീച്ച് കിട്ടണം. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ജയിലർ സിനിമ റിലീസായി. അല്ലേ? അതിലെ പ്രധാന നടൻ അവിടെ ഇരിക്കുന്നു. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഇല്ല അല്ലേ? അതില് തമിഴിൽ അതേപോലൊരു സിനിമ ഇറങ്ങി, അതുമായിട്ട് നല്ല ഫൈറ്റ് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ സെക്കൻഡ് പാർട്ട് അവർക്ക് ഞങ്ങളുമായിട്ട് ഫൈറ്റ് ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് അവരുമായിട്ടായിരുന്നു ഫൈറ്റ്. സരസമായ മറുപടി. അതിന്റെ സെക്കൻഡ് പാർട്ട് ട്രെയിലർ എന്നും പറഞ്ഞ് ഇറക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം ഞാൻ ആ പടത്തിന്റെ അവസാനം മരിക്കും. ആ ബാക്കിയുള്ള 5 പേരുണ്ട്, അതിലൊരാളുണ്ട്, പുള്ളിനെ നായകനാക്കിയിട്ട് സെക്കൻഡ് പാർട്ട് വരും. ലക്കി മാൻ. മാതക റാണിയില്ലേ, സണ്ണി ലിയോണി കൂടെ അഭിനയിക്കാൻ വിളിച്ചാൽ അങ്ങനെയാണെങ്കിൽ എത്ര രൂപ പ്രതിഫലം ചോദിക്കും? അതിനിപ്പോ പ്രതിഫലം ഒന്നും വേണ്ടല്ലോ. ഈ സാധനമാണ് എനിക്ക് കിട്ടുന്നത്. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. അപ്പൊ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഞാൻ ധ്യാനെ വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്താ സംഭവം അറിയോ? മാവേലി ഓല അംബർല. നല്ല ബ്രാൻഡ് അംബാസിഡർ ആകുമ്പോൾ അതിന്റെ പരസ്യത്തിലൊന്ന് അഭിനയിക്കണം. എല്ലാം ഒരുമിച്ച് അങ്ങ് വെച്ചോ, സിനിമയും പരസ്യവും. ഈ ഡയലോഗ് പറയണം. മാവേലി ഓല അംബർല, ഗുണമേന്മയിൽ കേമൻ, മഴ കൊള്ളില്ല, വെയിലും കൊള്ളില്ല. എങ്ങനെയുണ്ട് സാധനം? കൊടയൊന്ന് വലുതാക്കണം കേട്ടോ, ഒന്ന് പറയും. വയറ് നനയും. നോബിക്ക് മാറ്റാവില്ല. ശരിയാ, അതാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഞാൻ വലുതാക്കി ഇറക്കാം. ഞാനിവിടെ സംശയം എടുത്തോളാം. ഒന്ന് എന്റെ അടുക്കലേക്ക് ഒന്ന് വരുമോ? ഞാനേ, അതായത് നമ്മുടെ പരസ്യം എങ്ങനെയാണെന്നറിയോ, ഒരു ഗാനമുണ്ട്, ഞാൻ തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയാണ്. ആ ഗാനത്തിന്റെ ഒപ്പം ഞാൻ കാണിച്ചു തരുന്ന പോലെ ചെയ്താൽ മതി. ഓലക്കൂട നിവർത്തി മാവേലി മന്നൻ വന്നു, ആർപ്പു വിളി കുഴൽ വിളിയും അമൽപ്പുകളിയുമായി വരുമോ ജൂണിൽ. ഓലക്കൂട നിവർത്തി മാവേലി മന്നൻ വന്നു, ആർപ്പു വിളി കുഴൽ വിളിയും പുലികളി സംഘവുമായി വരുമോ ജൂണിൽ. മാവേലി ഓല അംബർല, മാവേലി ഓല അംബർല, മഴയെയും വെയിലിനെയും പേടിക്കാതെ പോകുവാൻ മാവേലി ഓല അംബർല. ഒരു ഡയറക്ടോറിയൽ പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു കോൺസെപ്റ്റിനെ എങ്ങനെ നോക്കി കാണുന്നു താങ്കൾ? സീരിയസ് ആയിട്ടാണോ ചോദിക്കുന്നത്? അല്ലല്ലോ, ഒന്ന് പെർഫോം ചെയ്യാം. എനിക്ക് വീട്ടിൽ പോകണം. അച്ഛനൊക്കെ ആൾക്കാരൊക്കെ കാണുന്ന പരിപാടിയാ പബ്ലിക്. എങ്ങനെ ഈ കുടയും പിടിച്ചുകൊണ്ട് ഒരു ഡയലോഗ് മലയാളികൾ വിശ്വസിച്ച് വാങ്ങുവാൻ മാവേലി ഓല അംബർല. അത് കുഴപ്പമുണ്ടാവില്ലേ? പാട്ട് പക്കയായിരിക്കും. ഇത് പറഞ്ഞ ഇത് ലാസ്റ്റ് പൊയ്ക്കോണം. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. ഏരിയയിലേ വരത്തില്ല. ഞാൻ വേണമെങ്കിൽ അടുത്ത വർഷം വരാതിരിക്കാം. മലയാളികളുടെ വിശ്വസ്തമായ മാവേലി ഓല അംബർല. ഇതല്ല നേരത്തെ പറഞ്ഞത്. ഞാൻ ലിപ്പനക്കാ മതിയെന്ന്. ഓ മതിയാ, ലിപ്പനക്കാ മതി. ഡബ് ചെയ്ത് ഞാൻ കേറ്റിക്കോളാം. മലയാളികളുടെ വിശ്വസ്തം മാവേലി ഓല അംബർല, മഴയെ പേടി, വെയിലിനെ പേടി. അടുത്ത ഏറ്റവും വൈറലാണ്. താങ്കളുടെ വാതിൽ ആരെങ്കിലും മുട്ടിയിട്ടുണ്ടോ? ഒരുപാട് പേര് മുട്ടിയിട്ടുണ്ട്.
ആരാണെന്ന് പറയൂ, വെളിപ്പെടുത്തു. ഒരാളുടെയെങ്കിലും പേര് പറയൂ. ശ്രീനിവാസൻ. അച്ഛൻ. മോനെ എണീക്കടാന്ന് പറയാൻ 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3/4 മണിക്കൂർ കണ്ടന്റ് ഇട്ടിട്ടുണ്ട്. 3/4 മണിക്കൂർ കണ്ടന്റ് കിട്ടി. ഇനി മനസ്സമാനത്തിന് പാട് എന്റെ ചാനലിൽ ക്ലിക്കാണ്. എന്നാ പിന്നെ ഓക്കെ, വളരെ മാന്യമായിട്ട് ഞാൻ എൻ്റെ ഇന്റർവ്യൂവിൽ എൻ്റെ പാതാള കരണ്ടിയിൽ സഹകരിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയൊക്കെ ഒരു നല്ല ഓണം ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അടുത്ത വർഷം വരണേ. തീർച്ചയായിട്ടും. ഓക്കെ, വരുന്നുണ്ടേ. ഇനി അടുത്ത എൻട്രി ഏതാണ് പറഞ്ഞിട്ടില്ല. എനിക്ക് ഇനിയും കാണണം, അടുത്ത എൻട്രി കാണണം. അല്ല, ഈ മോനെ എന്റെ എൻട്രി പിന്നെയും കാണണമെന്ന് ക്രിസ്മസ് അപ്പൊ മാമൻ കാണിക്കാം. എൻട്രി കാണിച്ചിട്ട് ഞാൻ വിടാവേ. എൻട്രി അല്ല, എന്നെ പാതാളക്കാരനെ കാണിക്കാനല്ലേ കൊണ്ടുപോകുന്നത്. വീണ്ടും വരണം. വാതില് തുറക്കുന്നില്ല, മുട്ടുന്നുണ്ട്. പരിപാടി നടക്കട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി ഞാൻ ആരുടെയും വാതിൽ മുട്ടില്ല. നല്ല രസകരമായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. ത്രൂഔട്ട് നമ്മൾ ചിരിച്ചു. ധ്യാനത്തെ ചിരിച്ചിട്ട് തലവേദന എടുക്കണു അല്ലേ? അതിന്റെ ആനന്ദ സന്തോഷം വീണ കണ്ടപ്പോ വീഴുമ്പോൾ സന്തോഷമാണ്. ചിലര് വീഴുമ്പോ. സത്യം പറഞ്ഞ സ്റ്റാർ മാജിക്കിന്റെ ഒരു ഉത്രാട ആഘോഷം എത്ര പെട്ടെന്ന് ഉത്രാടപ്പാച്ചിൽ തന്നെയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാലത്ത് എല്ലാവരും കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് ഡ്രസ്സപ്പ് ചെയ്ത് വന്നു. ഇത്രയും മണിക്കൂറുകള് അതെ, അവിടുത്തെ ടൈമിംഗ് ആയിട്ട് ജെറ്റ് ലാഗ് ഉണ്ടാവും. അത് തന്നെ ഞങ്ങൾക്ക് വേണം. അത് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി നേരത്തെ ഒരു ധ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ മെമ്പർ അല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു വൈബിൽ തന്നെ നമുക്കറിയാം. സോ ഇതാണ് കണ്ടോ, ചിരി മാറിയിട്ടില്ല. സ്റ്റാർ മാജിക്കിൽ വന്നെങ്കിലും പപ്പാനിയായിട്ട് വരരുതെന്ന് ഇത്തവണ ലൈക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ? അടിപൊളിയായിരുന്നു, ഭയങ്കര ആസ് ഓൾവേസ്. ഒരു ചാനൽ ഫ്ലോറിൽ കണ്ട ഏറ്റവും വലിയ ഓണാഘോഷമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ ഇങ്ങനൊരു ഫ്ലോറിൽ ഇങ്ങനൊരു ആഘോഷം എനിക്കൊന്ന് കഴിഞ്ഞ ക്രിസ്മസിനേക്കാളും വലിയ ആഘോഷം ഗംഭീരമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ സംഭവിച്ചാല് കൂട്ടായ്മയുടെ നമ്മളൊരു അത്ഭുതത്തോടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ നിന്നേച്ച് ഇങ്ങോട്ട് നോക്കുമ്പോ ഈ സെറ്റ് ഒരു രക്ഷയില്ല നമ്മുടെ, അല്ലേ? എൻറ്റയർ ക്രൂ ഒരു വലിയ എഫേർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഓണത്തോടൊപ്പം ഇരട്ടി മധുരമായിട്ട് മറ്റൊരു സന്തോഷം കൂടെ ഞങ്ങളുടെ പ്രേക്ഷകരോട് വളരെ അഭിമാനത്തോടെ ഷെയർ ചെയ്യാണ്. ഞാൻ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ടെലിവിഷൻ ചരിത്രത്തിൽ ഒരു കോമഡി ഷോ 7 years ആയിട്ട് ത്രൂ ഔട്ട് നമ്മളൊരു ബ്രേക്ക് ഇടാന്ന് വിചാരിച്ചാൽ അപ്പം തന്നെ പ്രേക്ഷകർ പ്രശ്നമാക്കും, നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. സോ ടെലിവിഷൻ ചരിത്രത്തിൽ ഒരു കോമഡി ഷോ സ്റ്റാർ മാജിക് പ്രശ്നമാക്കുന്ന പ്രേക്ഷകനാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടത് 7ാമത്തെ ഓണം നമ്മൾ ഉണ്ണുമ്പോൾ നമുക്കൊരു ഇരട്ടി മധുരമായിട്ട് ഈ ഓണക്കാലത്ത് സ്റ്റാർ മാജിക് 1000 എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. സ്റ്റാർ മാജിക് 1000 മണിക്കൂറുകൾ. അപ്പോ നമ്മളും എല്ലാവരും ഒരുമിച്ച് എഫേർട്ട് എടുത്തിട്ട് 1000 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നമുക്കൊന്ന് റിവൈൻഡ് അടിച്ചു പോയാലോ? പ്രശ്നം ഉണ്ടാക്കുന്ന പ്രേക്ഷകനാന്ന് പറഞ്ഞില്ലേ, ആ കണ്ടിട്ടുള്ള എപ്പിസോഡ്സ് ഒക്കെ നമുക്കൊരു ചെറിയ വീഡിയോ ആയിട്ട് ഒന്ന് കറങ്ങി ഓടി കാണാം പ്ലീസ്. സ്റ്റാർ മാജിക് 1000ന്റെ നിറവിൽ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗെയിം ഷോ 1000 മണിക്കൂറുകൾ പിന്നിടുന്നു. ചപ്പാത്തിയായി, കിഴങ്ങുകറിയായി, സെലിബ്രിറ്റി ലീഗ് എന്ന ഓണ പ്രോഗ്രാമിലൂടെ തുടങ്ങി ടമാർ പടാറിലൂടെ കടന്ന സ്റ്റാർ മാജിക് എന്ന എന്റർടൈൻമെന്റ് ഷോ ലോക മലയാളികളുടെ ഇഷ്ട പ്രോഗ്രാമായി മാറിയിരിക്കുന്നു. മലയാള സിനിമയിലെ ഒട്ടനവധി സൂപ്പർ താരങ്ങൾ അതിഥിയായി എത്തിയ ഈ പ്രോഗ്രാമിൽ തമാശകളുടെ വെടിക്കെട്ടുകളുമായി നിറഞ്ഞു നിൽക്കുന്നത് കേരളത്തിലെ 1ാം നിരയിലുള്ള താരങ്ങളാണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ഷോ ഞാനാണ് ഈ പെട്രോൾ പമ്പിൽ ഡപ്പ് ചെയ്യുന്നത്. ഇന്ന് ദുർഗാഷ്ടമി,
പ്ലാവില് പായസമുള്ള ദിവസം. ഈ ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞത് എപ്പോഴാണ്? ഒരു ദിവസം ഞാൻ ഇങ്ങനെ പാല് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോകാൻ, അപ്പൊ നോക്കിയപ്പോ വലത് സൈഡിൽ ക്രിക്കറ്റ് കിടക്കുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു. കോമഡിയും ഗെയിമും കോർത്തിണക്കിക്കൊണ്ട് ആസ്വാദകർക്കൊരു പുതു കാഴ്ചയാണ് സ്റ്റാർ മാജിക് ഒരുക്കിയത്. മാടമ്പള്ളിയിൽ യഥാർത്ഥ മാനസിക രോഗി ചന്ദ്രയല്ല. അല്ല, നീയാണ്. അല്ല പിന്നെ നീ ഈ കോപ്രായം കൂടെ കിടന്ന് കാണിക്കുന്നു. മലയാള ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് അസോസിയേഷനുകളും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് പ്രേക്ഷകരും സ്റ്റാർ മാജിക്കിന് മാത്രം അവകാശപ്പെട്ടതാണ്. അവന്റെ സീരിയലിന്റെ റേറ്റിംഗ് പോകും. ഇൻസൾട്ട് ചേട്ടന്റെ ഫ്രൂട്ട്സ് കടയിൽ എന്നെ കൂടെ നിർത്താൻ. ഫ്രൂട്ട്സ് കട പോലെ നിർത്താൻ പറ്റൂല. സംഗീതവും നൃത്ത ചുവടുകളും ഗെയിമും തമാശയും സന്തോഷങ്ങളും സങ്കടങ്ങളും പിന്നിട്ട 7 വർഷങ്ങൾ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അൺബിലീവബിൾ. മതി. ഇനിയും അറബിക്കടലിന്റെ സിംഹം എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അറബിക്കടലിൽ എവിടാ ചേട്ടാ സിംഹം? അറബിക്കടലിലെ സിംഹം അല്ലാതെ അറബിക്കടലിലെ തെരണ്ടി എന്ന് പറഞ്ഞ ഒരു ഗുമ്മുണ്ടാവൂട. സ്റ്റാർ മാജിക്കിന് ഇത് 1000ന്റെ തിളക്കം. ഇതിവിടെ തീരുന്നില്ല. വാച്ച് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഞാനിവിടെ 18ാമത്തെ എപ്പിസോഡിൽ ജോയിൻ ചെയ്ത ഒരാളാ. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഉണ്ടായിരുന്ന ഒരാളാണ് നോബി ചേട്ടനും സുചേട്ടനൊക്കെ. അപ്പൊ നോബി ചേട്ടൻ എന്താ പറയാനുള്ളത്? കേരളത്തിൽ ഒരു ഷോ ഈ 1000 എപ്പിസോഡ് ഞാൻ ഇപ്പം പിന്നെ ഡയനടുത്ത് പറഞ്ഞു ഭയങ്കരമായിട്ട് രോമാഞ്ചം കൊണ്ട് ഭയങ്കര സത്യം നമ്മൾ എന്താ പറയാ നമ്മുടെ ഒരു വീട് പോലെ ഇത്രയും വർഷം ഈ 7 വർഷം പോയത് അറിഞ്ഞിട്ടില്ല. സത്യം. നമുക്ക് ഞങ്ങൾ ഇന്ന് ഓണമാണെങ്കിൽ നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ക്രിസ്മസ് ആയി, ഈസ്റ്റർ എല്ലാം അടുത്തടുത്ത് ഇങ്ങനെ ഈ 1000 മണിക്കൂർ പിന്നിട്ട് പോലും ഇതുവരെ മടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനത്തിന്റെ നിമിഷം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോ ഡയറക്ടറും കൂടെ ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ ജോയിൻ. യെസ്. നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ പ്രായം കൂടുകയാണെങ്കിലും ഷോ ഡയറക്ടറിന്റെ പ്രായം കുറഞ്ഞു. 7 വർഷം കഴിഞ്ഞപ്പോ പുള്ളിക്ക് 14 വയസ്സ് കുറഞ്ഞ. എപ്പോഴും ചിരിക്കല്ലേടാ. നിങ്ങളെ ചിരിപ്പിച്ച് എന്റെ പ്രായം കുറഞ്ഞോണ്ടിരിക്കുക. ഇനി എന്നെ കരയിപ്പിക്കരുത്. സോ സ്റ്റാർ മാജിക്കിലേക്ക് നമ്മൾ വരുമ്പോ 1000 മണിക്കൂറാണ്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ എഡിറ്ററുടെ കൂടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എത്രാമത്തെ നമ്പറായി അങ്ങനെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് 1000 കടന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 7 കൊല്ലം പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങളൊക്കെ എന്നെ പറ്റിച്ച് എന്നെ 7 കൊല്ലം കൊണ്ടെത്തിച്ചു. അല്ല, എല്ലാവരും ഒരു ടീം വർക്കാണ്. ഒരുപാട് പേര് ഇതിൻ്റെ ബാക്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ബിനിച്ചേട്ടൻ പറയണ പോലെ വലിയൊരു കൂട്ടായ്മ, അതിൻ്റെ ഒരു ഭാഗം, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇവിടെ ബാക്കിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. നോവി പറഞ്ഞ പോലെ പലരുടെയും കണ്ണുകളിൽ ഒരു ചെറിയ ഡ്രോപ്സ് എങ്കിലും ഞാൻ കണ്ടു ഈ 1000 ഇറങ്ങി വന്നപ്പോൾ. എനിക്കും തോന്നി. ഒരുപാട് മൂവ് ചെയ്തു, ഒരുപാട് എവിടെയോ എത്തി. പലപ്പോഴും നമ്മൾ നിർത്താൻ പ്ലാൻ ചെയ്ത ഷോ ആണ് 2 കൊല്ലം കഴിഞ്ഞപ്പോഴൊക്കെ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് അവർ ഞങ്ങളെ പുഷ് ചെയ്ത് അതൊരു വലിയ ലെവലിൽ എത്തിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഒരു ഓണക്കാലത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ചെറിയ ഒരു ഗെയിം ഷോ, ഒരു 5 എപ്പിസോഡ് മതി എന്ന് പറഞ്ഞു. ഞങ്ങളത് പ്ലാൻ ചെയ്ത് ഔട്ട്ഡോർ പ്ലാൻ ചെയ്ത ഷോ പതുക്കെ ഫ്ലോറിലെത്തി. 7 കൊല്ലമായിട്ട് എനിക്കിപ്പോൾ നിർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്.
പിന്നെ എൻ്റെ ബാക്കിൽ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. എല്ലാ ക്രൂസിനും താങ്ക്സ് പറയാണ്. ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു ചാനൽ ഷോയ്ക്ക് ഒരു 10-15 മേലെ ഫാൻസ് ഗ്രൂപ്പ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്ന്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ആരും നിങ്ങളെ പ്രഷർ ചെയ്തിട്ടല്ല നിങ്ങളിവിടെ വന്നത്. ഇവിടെ ഓരോ ദിവസം ഞങ്ങൾക്ക് ഓഡിയൻസിനെ പുറത്തുനിന്ന് വിളിക്കേണ്ടി വന്നിട്ടില്ല ഈ 7 കൊല്ലമായിട്ട്. ഇന്ന് ഈ ഓണ ദിവസം തന്നെ എനിക്കിത് ആഘോഷിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. സുധിച്ചേട്ടൻ, സുധിയളിയൻ ആദ്യമായിട്ട് ക്യാമറ കാലുകുത്തി തുടങ്ങിയ ഒരു ഫ്ലോറാണിത്. അത് അത്രയും എന്നാ അദ്ദേഹമില്ല. നമ്മൾ പലരും പല ചാനലുകളും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു പോപ്പുലാരിറ്റി പുറത്തെവിടെ ചെന്നാലും തിരിച്ചറിയുന്ന ഒരവസ്ഥ, അത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തിരിച്ചറിയാവുന്ന തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അതിന് പിന്നെ ഈ ഷോയിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് താങ്ക്സ് നമ്മുടെ ഡയറക്ടർ സാറ്, ബാക്കിയുള്ള എല്ലാ ആളുകളും, എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. തന്നെ 1000 എപ്പിസോഡിൻ്റെ നിറവിൽ നിൽക്കുന്ന ഈ ടീം അംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ അവസരത്തിൽ സുധിച്ചേട്ടനെ കൂടി ഓർത്തുകൊള്ളുന്നു. ഞാനൊരു 1-2 മാസം ഒന്ന് വീട്ടിൽ റെസ്റ്റായിരുന്നു. പക്ഷേ ഈ ഓണം എപ്പിസോഡിൽ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വന്നത് ഈ ഷോയുടെ കൂടെയുള്ള ആത്മാർത്ഥതയും, അതുമാത്രമല്ല ഈ ഓണം എനിക്ക് സ്റ്റാർ മാജിക് മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും വന്നത്. വളരെയധികം സന്തോഷമുണ്ട്. അനുവേട്ട, നക്ഷത്ര, നന്ദിയുണ്ട്. താങ്ക് യു. എനിക്കും വളരെ സന്തോഷമുണ്ട്. ആരും ഇന്നറി പറഞ്ഞു കൊടുക്കാതെ ഇതൊക്കെ പറഞ്ഞത്. താങ്ക് യു. ഈ ആഘോഷം ഇവിടെ കഴിയുന്നില്ല, ഇതിവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓണം ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിറയെ വെള്ളമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇനിയൊരു വെള്ളം വെച്ചിട്ടുള്ള ഒരു വള്ളം കളിയിലേക്ക്. ഓക്കെ, അപ്പൊ ഈ വെള്ളത്തിലെ വള്ളം കളി എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 2 ടീമും ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കാം. ഇവിടെ നിന്ന് ഈ വള്ളം തുഴഞ്ഞ് ആ അറ്റം വരെ എത്തിയതിനു ശേഷം അവിടെ മുത്തുക്കുട കണ്ടോ, അവിടെയുള്ള മുത്തുക്കുട എടുക്കുക. മുത്തുക്കുട എടുത്തിട്ട് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് അത് പ്ലേസ് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള പൊസിഷനിൽ. അങ്ങനെ ആദ്യത്തെ 3 എണ്ണം പ്ലേസ് ചെയ്തതിന് ശേഷം 4th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ കൂടെയാണ് തള്ളേണ്ടത്. ആൻഡ് 4th പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തള്ളതിന് പകരം ഇങ്ങനെ തള്ളിയ കുഴപ്പമുണ്ടോ? അങ്ങനെ 4ാമത്തെ നമ്മൾ ഇതുപോലെ തന്നെ വള്ളത്തിൽ വന്ന്, ഇതാണ് നമ്മുടെ ഫൈനൽ തിങ്. ഈ ഒരു മുത്തുക്കുട നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ആ ഒരു കോട്ട് വരെ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഓടിയിട്ട് നിങ്ങൾക്ക് ഇത് കറക്റ്റ് പൊസിഷൻ, അതായത് ഈ ഒരു സെൻറ്ററിലെ ഈ ഒരു സംഗതിയും കൂടി എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്യണം. അതോടുകൂടി നിങ്ങളുടെ ഗെയിം തീരുന്നതായിരിക്കും. ഏറ്റവും ആദ്യം ഈ 4 കുട പ്ലേസ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. ഓക്കെ, സ്റ്റാർ മാജിക്കിൽ നമ്മൾ വള്ളംകളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കൗണ്ടർ കൊടുക്കാൻ പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. തിരിഞ്ഞിടാ മോളെ, അതിങ്ങളുടെ സ്ഥലത്ത് കിട്ടി അവിടെ ഞങ്ങളുടെ ബാക്കിലേക്ക് നോക്ക്. വെരി ഗുഡ്. അല്ല, ബാലൻസ് അത്രേ ഉള്ളൂ. ഈസി ബാലൻസ്. നീ നിന്നാണോ ഇതിലേക്ക് പോവാം.
ഒരു വിഷയമുണ്ട്. എന്റെ പൊന്ന് പിന്നെ കടിക്കൂട്ടോ ദശയുള്ള ഭാഗത്ത്. അയ്യോ അവനെ തല്ലടാ. അല്ല എത്ര നാളാണ് കണ്ടിട്ട് നിന്റെ വള്ളം വരുന്നത് കാത്ത്. എന്റെ പൊന്നെ ഈ വള്ളത്തിൽ കുളക്കോഴി കാണുന്നു. അയ്യോ ഞങ്ങളാ ടൈറ്റാനിക് മുങ്ങിയേ. പോയിട്ട് വരുമ്പം ബീഡി വയ്ക്കോ. ഓക്കെ എടാ ഈ കള്ളൻ സുമേഷ് ഞങ്ങളെ വള്ള ചുഴിയിലായി. എനിക്ക് മാത്രം ചുഴിയിലായി. ഞങ്ങളുടെ കുഴപ്പമല്ല. അയ്യോ പോന്നേ LED വാൾ തിരിഞ്ഞിരി. ഞാൻ ഒരു കടവിൽ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. 90 വർഷങ്ങളായി ഈ കടവിൽ വള്ളം തുഴയുന്ന ഒരു പാവപ്പെട്ട ഒരു കർഷകനാണ്. അല്ല കർഷകനല്ല, തുഴയൽക്കാരൻ. എന്നെ എല്ലാരും ചതിച്ച് നമ്മളെല്ലാം അക്കരെ പോയി വാങ്ങിച്ചിട്ടുണ്ടപ്പോ എനിക്ക് മാത്രം ഐസ് ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പറഞ്ഞില്ല അക്കരെ ഒരു കെട്ടുപേടിയില്ല. ചേച്ചി വലിയ ചതിയാ ചേച്ചി. നിനക്കും പറഞ്ഞ ഐസ് ഫ്രൂട്ട് ചേച്ചി ഞങ്ങളുടെ വള്ളം പിടിച്ചു നിർത്തുമായിരുന്നു ചേച്ചി. നീ എന്താ പറഞ്ഞ ചതി? ഈ കുട്ടി പറഞ്ഞ ചതി. ചതിയാണ് ഓണം. അതായത് വാമനൻ മഹാബലിയെ ചതിച്ച് താഴ്ത്തിയത് കൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അതിനാര് സമാധാനം പറയും? ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് നോബി മാർക്ക്. ഇത് ചതിയുടെ വിജയമാണ്. ഓക്കെ, എന്തെങ്കിലും എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാനലിനോട് ഷോ ഡയറക്ടറിനോട് ബ്ലോക്ക് ചെയ്തിട്ടാ നിങ്ങൾ കണ്ടില്ലേ? ഓക്കെ, സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നോബിച്ചേട്ടന്റെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. മോളെ വെരി ഗുഡ്. ഇച്ചിരി തിരിഞ്ഞിരിയടാ. അപ്പുറത്ത് എന്റെ തല്ല് കൊള്ളിക്കാനായിട്ട് ഓരോ സാധനങ്ങള് മേക്കപ്പ് ഇട്ട് ഇറങ്ങിയേക്കും. കൊട്ടോ അടുത്ത കയറ്. കങ്കാരു എടുത്ത് പോകാനുള്ള പെണ്ണാണിത്. ഓ വെരി ഗുഡ്. ഡയാന പൊളിച്ച് ജെസ്സിയിൽ അവിടെ ഇട്ട് തള്ളു. അവിടെ തള്ളണം. ഡയാന വാ ചാലോടെ ഇറങ്ങിക്കോ, ചാടിക്കോ.
കൂടെ കൂടെ ഓക്കെ ഓക്കെ ഇറങ്ങി ഇറങ്ങി കൊണ്ട് പൊക്കോ പൊക്കോ ചിരിച്ചിരിയടാ റഹ്മാനെ കേരള അതെങ്ങനെ പറ്റും വള്ളം എത്തിയില്ല പോട്ടെ തിരിഞ്ഞിരടാ റഹ്മാനെ എടാ തിരിക്കടാ എടാ ഇവിടെ എത്തിയില്ലേ വെക്കുവല്ലടാ റഹ്മാൻ അവരും അങ്ങനെ തന്നെയല്ലേ വെച്ചത് പോരാ തിരിച്ചിവിടെ വരണം അത് നിങ്ങളെങ്ങനെ വന്നു സുമേഷ് ഇവിടെ വരെ വന്നുള്ളൂ അവര് തിരിച്ചവിടെ വന്നില്ല പാനൽ രാജകുമാരി അങ്ങനെ വഴക്കുണ്ടാക്കല്ലേ ഓക്കെ ഡയാന ഇവിടെ വരെ വന്നു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നീ അവിടെ നിന്ന് എടുത്ത് അവിടെ വെച്ചു അത് തന്നെ ഞങ്ങൾ ഈ ഒരു റൗണ്ട് കഴിയുമ്പോ ഇതില് ജയിച്ചിട്ടുള്ളത് ബിനു അടിമാലി ആൻറ്റി. ഇപ്പോഴത്തെ ഒരു സ്കോർ എന്ന് പറയുന്നത് 1-1. രണ്ടപ്പോ കടലക്കറി വേണോ? ഈ ഒന്നും കൂട്ട് 11 ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ വിട്ടൂടെ ഈ ഉത്രാടത്തിന്റെ അന്ന്. ഈ ഒരു ഗെയിം നമ്മൾ ഈ ഒരു റൗണ്ടിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓണമൊക്കെ അല്ലേ, അപ്പൊ 2 ടീമും ഈക്വലി വിന്നേഴ്സ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു നോബി മാർക്കോസ് ആൻഡ് ബിനു അടിമാലി ആൻറ്റി. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു ഓണക്കാലവും അടിപൊളിയാവട്ടെ. വീണ്ടും വരും എപ്പിസോഡുകളിൽ കൂടുതൽ കളർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു യാത്ര തുടർന്നുകൊണ്ടേയിരിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഓണാശംസകൾ. സോ ഈ ഓണക്കാലത്തെ നമ്മുടെ സ്റ്റാർ മാജിക് പവർഡ് ബൈ ധ്യാൻ ശ്രീനിവാസൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓണാശംസ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ സ്റ്റാർ മാജിക് പ്രേക്ഷകർക്കും സ്റ്റാർ മാജിക്കിന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. So now we are saying bye-bye from Jackson Pressure Cooker presents Amritaveni Hair Elixir Star Magic powered by Dhyan Srinivasan. Our special partner Al Muqtadir Gold and Diamonds Jewelry, co-powered by Milma, Fiyama and Wokro. എന്നാ ഓണപ്പാട്ടോടുകൂടി വൈൻഡപ്പ് ചെയ്യാം. ഞാനൊരു ആഗ്രഹം പറഞ്ഞ അത് സാധിപ്പിക്കണം. കൈ വയ്യെങ്കിലും ആഗ്രഹത്തിന്